PMR ഷോ ഇപ്പോൾ ഇവിടെ SDPI പിന്തുണ പ്രഖ്യാപിച്ചു. അവരിരുന്ന് ആലോചിച്ചു ഈ പിന്തുണ എടുക്കേണ്ടതുണ്ടോ, ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നു. ഒന്ന്. രണ്ട്, ഇപ്പോൾ ഈ ലീഗിൻ്റെ കൊടിയെടുക്കാത്തതാണ് പ്രശ്നമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവേണ്ടത് ആർക്കാണ്? അത് ലീഗിൻ്റെ നേതാക്കൾക്കാണ്. ഇപ്പം PMS പറയുകയാണ് പിണറായി വിജയൻ അധികം ബുദ്ധിമുട്ടുണ്ടതില്ല കാര്യത്തിൽ. ഞങ്ങൾ പോരാടുന്നത് രാജ്യത്തിൻ്റെ ദേശീയ പതാക സംരക്ഷിക്കാനാണ്, നിങ്ങൾ പോരാടുന്നതാവട്ടെ നിങ്ങളുടെ ദേശീയ പദവി സംരക്ഷിക്കാനാണ്. ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേപോലെ കൂവുന്നു. മറുപടി PMR ഷോ. ഈ വരാൻ വേണ്ടി പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത് കൃത്യമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ, ഈ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിണി, ഈ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർഷകാത്മഹത്യകൾ, ഈ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിലില്ലാത്തത്, ഈ രാജ്യത്തെ മനുഷ്യർ അസന്തുഷ്ടരായി മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യം, ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷത, ജനാധിപത്യം, ഫെഡറലിസം ഉൾപ്പെടെയുള്ള ആശയങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഭയമില്ല. സംഘപരിവാറിനെതിരെ ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ആർജവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് രാഷ്ട്രീയമില്ല എന്നുള്ള സ്ഥിതി ഉണ്ടായിട്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി. അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ സംഘപരിവാറിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും കൂടെ കേരളത്തിലെ കോൺഗ്രസ് മാറുന്നതിൻ്റെ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ SDPIയുടെ നേതാവ്, SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ UDF-നുള്ള അവരുടെ പിന്തുണ അറിയിച്ചു. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ആർജവത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ വേണ്ട, ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിന് ആർജവമുള്ള ഒരു കോൺഗ്രസിൻ്റെയോ ഒരു UDF-ൻ്റെയോ നേതാക്കളെ നമ്മൾ കണ്ടില്ല. കൃത്യമായിട്ട് അതിനെതിരായിട്ടുള്ള വികാരം UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള വലിയ രോക്ഷം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ തുടർച്ചയിൽ പൊതുസമൂഹത്തിന് മുൻപിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഘട്ടം എത്തുമ്പോഴാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് കഴിഞ്ഞ 3 ദിവസം പറയാതിരുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുകയാണ് ഞങ്ങൾക്ക് SDPI തരാമെന്ന് പറഞ്ഞ പിന്തുണ വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് വോട്ട് വേണം. പിന്തുണ വേണ്ട, ഞങ്ങൾക്ക് വോട്ട് വേണം SDPIയുടെ എന്ന് പറയുന്ന വേണ്ടണം നിലപാടാണ് കേരളത്തിനകത്തെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ശേഷം വിവിധ UDF സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ UDF-ന് അങ്ങനെ ഒരു തീരുമാനമില്ല, എനിക്ക് വോട്ട് വേണം SDPIയുടെ എന്നാണല്ലോ പറഞ്ഞത്. അതേപോലെ തന്നെ തൃശ്ശൂരിലെ UDF-ന്റെ സ്ഥാനാർത്ഥി SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന നിലപാടാണല്ലോ സ്വീകരിച്ചത്. അങ്ങനെ ഈ കൃത്യമായിട്ടുള്ള നിലപാടില്ലാതെ SDPIയുമായി ഏത് വർഗീയ ശക്തിയുമായും തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി സന്ധി ചെയ്യുന്ന, ധാരണയുണ്ടാക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം അധപതിച്ചു എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള ധാരണ. പിന്തുണാ പ്രഖ്യാപനങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ പിന്തുണാ പ്രഖ്യാപനങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ പരസ്യമായി ഈ ധാരണ, ഈ സഖ്യം മുന്നോട്ട് പോയതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കേരളത്തിനകത്തെ ഈ UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ്, അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, ഇവർ പോപ്പുലർ ഫ്രണ്ടിന്റെയും അതേപോലെ തന്നെ SDPIയുടെയും സംസ്ഥാന അധ്യക്ഷന്മാരുമായിട്ട് കൊണ്ടോട്ടിയിൽ KTDCയുടെ ഹോട്ടലിനകത്ത് റൂമെടുത്തിരുന്ന് 1 മണിക്കൂർ ചർച്ച നടത്തി ധാരണയുണ്ടാക്കിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള ധാരണ വർഗീയ ശക്തിയുമായി SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തുലാസിൽ കാണുന്നവരാണല്ലോ CPM. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തുലാസിൽ കാണുന്നവരാണല്ലോ ഇപ്പൊ CPM അല്ലേ? അവർ മതരാഷ്ട്രവാദികളാണ്, അവർ ദുരാഷ്ട്രവാദികളാണ് അല്ലേ? കേരളത്തിലെ ഇടതുപക്ഷം വളരെ ശക്തമായി, വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ, SDPIയുടെ, RSSന്റെ വോട്ട്, ഒരു വർഗീയവാദിയുടെയും വോട്ട്
അത് പഞ്ചായത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച നാളുകളിൽ ദേശാഭിമാനി അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു എന്നാണ് ചോദ്യം. ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് നേടിക്കൊണ്ട് ഈ സമാന സാഹചര്യമാണ്. ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് ഈ സമാന സാഹചര്യമാണ് SDPI കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കും പോലെ VS സർക്കാർ അധികാരത്തിൽ വന്ന 2006 2016 ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. 2006 കുറ്റിപ്പുറത്ത് KT ജലീലിന് വേണ്ടി പരസ്യ പ്രചാരണത്തിന് ഇറങ്ങിയാണ് ജമാഅത്തെ ഇസ്ലാമി. പിണറായി വിജയനും ജമാഅത്ത് അമീറിനെ നേരിൽ പോയി അങ്ങോട്ട് പോയി കണ്ടതാണ്. പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്നെ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അനുവദിക്കണം. എന്നെ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അനുവദിക്കണം. പറയൂ ആർഷ പറയൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചർച്ച നടത്തിയാൽ മതി. അല്ല ആർഷ പറഞ്ഞു പൂർത്തിയാക്കും. എന്റെ ചോദ്യത്തിന് മറുപടി ആണെന്നുള്ളത്. ഇതിനു മുൻപ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ വാദത്തിന് മറുപടി പറയുന്നതിന് വേണ്ടി കൂടിയല്ല ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ അവകാശമല്ലേ ഇത്, ഉറപ്പായിട്ടല്ലേ ഞാൻ വന്നിട്ടുള്ളത്. അത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഈ നിലക്കുള്ള അസഹിഷ്ണുത കാണിക്കേണ്ടതില്ല. അപ്പൊ ഈ നിലയിൽ രാഷ്ട്രീയമില്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കപ്പെട്ടു വയനാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഭയമാണെന്ന് RSS ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്ന നരേറ്റീവുകൾക്കെതിരെ ആ നരേറ്റീവുകളെ രാഷ്ട്രീയമായി പൊളിക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശേഷി തങ്ങൾക്കില്ല, ആർജവം തങ്ങൾക്കില്ല എന്ന് ആവർത്തിച്ച് കോൺഗ്രസ് വെളിപ്പെടുത്തുന്നതിന്റെ ഉദാഹരണമല്ലേ വയനാട്ടിൽ ഈ പറഞ്ഞ പോലെ ലീഗിന്റെ പതാക, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടികൾക്കകത്ത് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുക, അല്ലെങ്കിൽ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്ര ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ്? നമുക്കറിയാം ഈ ലീഗിനെ സംബന്ധിച്ച് അവർ UDF-നകത്തുള്ള അടിമത്വം പരമാവധി ആസ്വദിച്ചോട്ടെ, അത് അവരുടെ കാര്യമല്ല, അത് ഞങ്ങളുടെ കാര്യമല്ല, അവർ ആസ്വദിച്ചോട്ടെ. പണ്ട് അടിമത്വം അവസാനിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ, അമേരിക്കയിൽ അടിമത്വം അവസാനിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അടിമകളായിരുന്ന ചില മനുഷ്യര് സമരം നടത്തിയതിന്റെ അനുഭവം ലോകത്തിന്റെ മുൻപിലുണ്ട്. അന്ന് ഒരു കൂട്ടം അടിമകളായ മനുഷ്യർ നടത്തിയ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യം ഞങ്ങളുടെ യജമാനന്മാരെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ലോക ചരിത്രമൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ലീഗ് അടിമത്തം ആസ്വദിക്കുന്നതിനകത്ത്, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റിയാണല്ലോ അവരുടെ പതാക. അപ്പൊ ആ ഐഡന്റിറ്റി പണയപ്പെടുത്തുന്നതിൽ ലീഗിന് യാതൊരു തരത്തിലുള്ള വിഷമമില്ല എന്നുണ്ടെങ്കിൽ, എന്നാൽ അതിനുള്ള രാഷ്ട്രീയം, അതിനുള്ള സംഘപരിവാർ നരേറ്റീവിനെ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ആർജവം കേരളത്തിലെ കോൺഗ്രസിനില്ല, UDF-നില്ല എന്നുള്ളത് ആവർത്തിച്ച് തെളിയിക്കുന്നതാണ് വയനാട്ടിലെ അനുഭവം. ഇനി ഹാഷ്മി പറഞ്ഞ ഹാഷ്മിയോട് വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDPI ആണെങ്കിലും RSS ആണെങ്കിലും ഒരേ തൂവൽ പക്ഷികൾ. 2006 2016 ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അതിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. അവരുടെ സാഹിത്യങ്ങൾ, അവരുടെ വിവാദം, അവരുടെ മൗദൂദിസം ഒക്കെ അങ്ങനെ തന്നെയുള്ള കാലത്തും ഞാൻ വായിക്കാം. 96 ഏപ്രിൽ 22 തിങ്കളാഴ്ച ദേശാമരുടെ മുഖപ്രസംഗമാണ് കേട്ടോ. തെറ്റാണെങ്കിൽ താങ്കൾ തിരുത്താം. എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ ശക്തികൾ നടത്തിപ്പോയിരുന്ന പ്രക്ഷോഭ സമരങ്ങൾ ആ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ വ്യാപ്തമാക്കുന്നതുമാണ്. ആശാവഹവും ആവേശകരവുമായ ഈ പേർക്ക് ത്വരിതപ്പെടുന്ന 2 സംഭവവികാസങ്ങൾ കഴിഞ്ഞുപോയ വാരത്തിന്റെ അന്ത്യനാളുകളുണ്ടായി. വരുന്ന പൊതുതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്തുമത പുരോഹിതന്മാരും ജമാഅത്തെ ഇസ്ലാമിയും കൈക്കൊണ്ട തീരുമാനങ്ങളാണ് വിവക്ഷ. നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ വാഴ്ത്തിപ്പോഴ്ത്തുന്നതാണ് ആർഷോ. അപ്പൊ അന്നറിയില്ലേ ഈ ജമാഅത്തെ ഇസ്ലാം ഇത്ര ഭീകര സംഘടനയാണെന്ന് നിങ്ങൾക്ക്? അല്ല, ശ്രീ ഹാഷ്മി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടും SDPI-യുമായി ബന്ധപ്പെട്ടും RSS-യുമായി ബന്ധപ്പെട്ടും ഞങ്ങളുടെ നിലപാട് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അമീറിനെ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് പോയി കണ്ടിട്ടുണ്ടറിയോ ആർഷോയ്ക്ക്? അവർ വർഗീയ സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് പോയി അവരുടെ ഓഫീസിൽ കണ്ടു. തെറ്റാണോ? ആ നിലപാടാണ് ഹാഷ്മിക്ക് അറിയേണ്ടത് എങ്കിൽ ആ നിലപാട് ഞാൻ പറഞ്ഞു. നിലപാട് ചുമ്മാ പറഞ്ഞുകൊണ്ടൊരു കാര്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് പോയി അവരുടെ ഓഫീസിൽ കണ്ട കാലമുണ്ട്. അതിന് ചിത്രമടക്കം പുറത്തുണ്ട്. തെറ്റിപ്പോയോ അത് ആർഷോ? പ്രിയപ്പെട്ട ഹാഷ്മി, നിങ്ങൾ ചോദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്ത് എന്നുള്ളത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. നിലപാട് തരാതരമാവാൻ പാടുണ്ടോ? എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയും. നിലപാടാവാൻ പാടുണ്ടോ? 2006 2014 നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും ജമാഅത്തെ ഇസ്ലാം മഹത്തായ പാർട്ടി.
നിങ്ങൾക്ക് ഏതെങ്കിലും കാലം തിരിഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അതിഭീകരമായ ഭീകരവാദികൾ, തീവ്രവാദികൾ, RSSമായി ചേരുന്ന എന്താണ് വിദ്രോഹ ശക്തികൾ അങ്ങനെയുണ്ടോ? അതിനെ തരാതരം നിലപാടെന്നല്ലേ പറയുക. ശരി, ഞാൻ എത്താം.